എന്തുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ദ്വാരുന്നത് അറിയോ? 63 വയസ്സായപ്പോഴേ ഇനി എനിക്ക് ഭരണത്തോട് നീതി പുലർത്താൻ കഴിയൂല, പ്രജകളിൽ നീതി നടപ്പാക്കാനും നീതി നിഷ്കൃഷ്ടമായ ഭരണം നടപ്പാക്കാനും ഇനി കഴിയൂല, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയൂല എന്നുള്ള പേടിയായിരുന്നു. വയസ്സായി. എത്ര വയസ്സായപ്പോൾ? 63 വയസ്സായി. 85 ആയിട്ടില്ല കേട്ടോ. 83 വയസ്സാൾക്കൊക്കെ സീറ്റ് ഇട്ടായിട്ടുള്ള ബഹളങ്ങളും ഒച്ചപ്പാടുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് 83 വയസ്സായ അയാൾക്ക് സീറ്റ് കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവും. അതായത് ഭരണം. മുഅ്മിനീങ്ങളെ, ഭക്ഷണം കഴിക്കാനില്ലാത്ത അനാഥ കുടുംബം, കുട്ടികൾക്ക് തള്ള ഭക്ഷണം കൊടുക്കാനില്ലേട്ട് അടുപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? പൊതു ഖജനാവിൽ നിന്നുള്ള ധാന്യവും നെയ്യൊക്കെ ആയിട്ട് പോയിട്ട് അത് കൊടുത്തോണ്ട് പോകുന്നൊക്കെയല്ല, അവിടെ അടുപ്പത്തിരുന്ന് അതൊക്കെ ചുട്ട് റെഡിയാക്കി റൊട്ടിയാക്കി കൊടുത്തു. അടുപ്പത്ത് ഊതിയിട്ട് ഉമർ ഫാറൂഖിൻ്റെ തിങ്ങിയ താടിയിലൂടെ പുകയൊക്കെ ഉയർന്നു വന്നു. താടിയിൽ നിന്നൊക്കെ പുക പോകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഒരു കരുണതാണ് ഞാൻ കണ്ടത്, ഇനി ഒരു ചിരിക്കണ കാണണം, ഭക്ഷണം കഴിച്ച് ചിരിക്കണ കണ്ടിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെല്ലാം രംഗങ്ങളാവും. അതാണ് ഭരണം, അതാണ് ഭരണം. അങ്ങനെ നിശ്ചയം ഭരിക്കാൻ കഴിയൂലെന്ന്. 63 വയസ്സായി. അങ്ങനെ കുത്തേറ്റ് അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, മകനെ ആക്കിക്കോട്ടെ, അടുത്ത പകരക്കാരനായിട്ട് മകനെ ആക്കട്ടെ എന്ന്. അപ്പോൾ ഖലീഫ പറഞ്ഞത് ഇതാണ്, ഒരിക്കലും വേണ്ട. മുസ്ലിങ്ങളെ കാര്യത്തെക്കുറിച്ച് നാളെ അള്ളാൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഉമറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉമർ തന്നെ മതി. ഇനി ഒരാൾക്കുമ്പാടെ കട്ടകാലം അങ്ങനെയുണ്ട്. കിസ്റ പർവേസിൻ്റെ കൊട്ടാരത്തിലെ നിധിശേഖരങ്ങളൊക്കെ സാമ്രാജ്യത സ്വത്തായിട്ട് മദീനയിൽ എത്തിക്കപ്പെട്ടപ്പോൾ ഉമർ ഫാറൂഖ് കരയാണ് ചെയ്തത്. അള്ളാഹുവേ, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തരുത്. കാരണം ഇതൊരു നല്ലതാണെങ്കിൽ നിൻ്റെ നബിക്ക് ഇത് കൊടുത്തില്ല. പിന്നെ നബിൻ്റെ ശേഷം അബൂ സിദ്ദീഖ് വന്നു, അത് എന്നെക്കാൾ എത്രയോ ഉത്കൃഷ്ടനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് കൊടുത്തില്ല. ഇപ്പോൾ തന്നെ പരീക്ഷിക്കാനാണല്ലോ അതൊക്കെ പടത്ത് തന്നിരിക്കണം. പഠിച്ചവരുടെ കാര്യമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതായിരുന്നു ഭരണം.